നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും PSC ഇൻഫ്ലുവൻസറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ രഞ്ജിത്ത് ആർ കരുനാഗപ്പള്ളി. നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത് 2024-25 10th ലെവൽ പ്രിലിംസ് നേടിയെടുക്കാൻ വേണ്ടിയുള്ള ചലഞ്ചിന്റെ 4ാമത്തെ ദിവസമാണ് ഇന്ന് ഈ പറയുന്ന ടോപ്പിക്, അതായത് ഇന്ത്യൻ ചരിത്രവുമായി ബന്ധപ്പെട്ട SCERT കണ്ടന്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ക്ലാസിന്റെ ആദ്യാവസാനം കൃത്യമായി കാണുക, അതിനുശേഷം നോട്ട്സ് വായിക്കുക, അതിനുശേഷം ഈ പറയുന്ന ടോപ്പിക്കിനെ അടിസ്ഥാനമാക്കിയുള്ള പരീക്ഷ PSC ഇൻഫ്ലുവൻസറിന്റെ ടെലഗ്രാം കൂട്ടായ്മയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എക്സാം എങ്ങനെയാണ് ചോദിച്ചാൽ പോൾ വർക്കൗട്ട് തന്നെയാണ്. ഈ പഠിച്ച ടോപ്പിക്സ് തന്നെ എന്ത് ചെയ്യുന്നു, ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട മറ്റു ചോദ്യങ്ങൾ കൂടി ഈ പറഞ്ഞ പരീക്ഷയിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ പറഞ്ഞ അല്ലെങ്കിൽ ഈ നമ്മൾ പഠിപ്പിച്ച ഈ പറഞ്ഞ നോട്ട്സിൽ നിന്ന് മാത്രമേ ചോദ്യം ചോദിക്കാവൂ എന്നില്ല. ഇന്ത്യൻ ചരിത്രവുമായി ബന്ധപ്പെട്ട ഏത് മേഖലയിൽ നിന്നും ചോദ്യം വരാം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ കയ്യിലുള്ള ഏത് മെറ്റീരിയലാണോ, അത് റാങ്ക് ഫയൽ ആണെങ്കിൽ റാങ്ക് ഫയൽ, SCERT സ്കൂൾ ടെക്സ്റ്റ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ സെന്ററിൽ, ഓഫ്ലൈൻ സെന്ററിലായി ഓൺലൈൻ സെന്ററിലോ പഠിക്കാൻ പോകുന്ന ആളുകളാണെങ്കിൽ, പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കളാണെങ്കിൽ അവരെന്ത് ചെയ്യുക, ജസ്റ്റ് ആ നോട്ട്സ് ഒന്ന് വായിച്ചു നോക്കുക. എന്തായാലും നമ്മൾ പഠിക്കുക. ഇന്ത്യൻ ചരിത്രവുമായി ബന്ധപ്പെട്ട ക്ലാസ് ഉണ്ട്, അതിന്റെ PDF നോട്ട്, ദെൻ അതിനുശേഷം അതിന്റെ പരീക്ഷ. ഈ 3 കാര്യങ്ങൾ കൂടി ചെയ്യുമ്പോഴത്തേന് ആ ടോപ്പിക്ക് സെറ്റ് ആവും. അപ്പൊ നമ്മൾ നേരെ പ്രധാനപ്പെട്ട കണ്ടന്റിലേക്ക് പോവുകയാണ്. അപ്പൊ 7ാം ക്ലാസ്സിലെ പുതിയ സ്കൂൾ ടെക്സ്റ്റിലെ 4ാമത്തെ ചാപ്റ്ററായ അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എന്നറിയപ്പെടുന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ക്ലാസ് കാണുക, അതിനുശേഷം ഇതിന് നോട്ട്സ് വായിക്കുക. പിന്നീട് നിങ്ങളുടെ കയ്യിൽ SCERT സ്കൂൾ ടെക്സ്റ്റ് ഉണ്ടായെങ്കിൽ, അല്ലെങ്കിൽ ഇല്ല എങ്കിൽ സമഗ്രയിൽ നിന്ന് ആ ചാപ്റ്റർ കൂടി വായിക്കുമ്പോഴത്തേന് ആ ടാസ്ക് തീരും. അപ്പോൾ 1ാമത്തെ ഏരിയ, ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്, അവിടെ അരികുവൽക്കരണം എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് കൊടുത്തിട്ടുണ്ട്. അതിനു മുന്നേ ഡോക്ടർ APJ അബ്ദുൽ കലാമുമായി ബന്ധപ്പെട്ട് ഒരു ബോക്സിൽ അഗ്നിച്ചിറകുകൾ എന്നറിയപ്പെടുന്ന പുസ്തകത്തെ പറ്റി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആത്മകഥയെ പറ്റി പരാമർശിക്കുന്നുണ്ട്. അതൊന്ന് ഓർത്തു വെക്കുക, വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് വളരെ പ്രാധാന്യത്തോടു കൂടി നിങ്ങൾ പഠിക്കേണ്ട ഒരു വസ്തുതയുണ്ട്. എന്താണെന്നറിയാവോ, ഈ പറയുന്ന APJ അബ്ദുൽ കലാമിനെ അറിയപ്പെടുന്ന അപരനാമങ്ങൾ എന്തൊക്കെയാണ്? APJ അബ്ദുൽ കലാമുമായി ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ മത്സര പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത്, ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയാണ് ആര്? സ്വതന്ത്ര ഇന്ത്യയുടെ 11ാമത് രാഷ്ട്രപതിയാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. 1 രൂപ മാത്രം ശമ്പളം കൈപ്പറ്റിയിരുന്ന ഇന്ത്യയുടെ ഏക രാഷ്ട്രപതി APJ അബ്ദുൽ കലാമാണ്. ഇന്ത്യയുടെ മിസൈൽ മാൻ എന്നറിയപ്പെടുന്നത് APJ അബ്ദുൽ കലാം ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മേജർ ജനറൽ പൃഥ്വിരാജ് എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടതും ആര് തന്നെ? ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ്. ജനങ്ങളുടെ രാഷ്ട്രപതി എന്നറിയപ്പെടുന്നത് APJ അബ്ദുൽ കലാം ആണ്. APJ അബ്ദുൽ കലാം ആരംഭിച്ച ഇലക്ട്രോണിക് ന്യൂസ് പേപ്പറിന്റെ പേര് എന്താണ്? അത് ബില്യൺ ബീഡ്സ് ആണ്. മറക്കല്ലേ, ബില്യൺ ബീഡ്സ് ആണ്. ഇനി APJ അബ്ദുൽ കലാമുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? വേറെ ഒന്നുമില്ല, ഹൂവർ പുരസ്കാരം ലഭിച്ച ആദ്യ ഏഷ്യക്കാരൻ ആരെന്ന് ചോദിച്ചാൽ അതിനുത്തരം ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ്. അദ്ദേഹത്തിന് പ്രത്യേകത, ജനങ്ങളുടെ രാഷ്ട്രപതി എന്നറിയപ്പെടുന്നു. രാഷ്ട്രീയക്കാരനല്ലാത്ത ആദ്യ ഇന്ത്യയുടെ രാഷ്ട്രപതി ആരെന്ന് ചോദിച്ചാലും ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ്. 1 രൂപ മാത്രം പ്രതിമാസം ശമ്പളം കൈപ്പറ്റിയിരുന്ന ഏക രാഷ്ട്രപതി ഏതാണ്? APJ അബ്ദുൽ കലാം. ദെൻ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി 10 പരിപാടി കൊണ്ടുവന്നത് ആരെന്ന് ചോദിക്കും. കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി 10 പരിപാടി കൊണ്ടുവന്നത് ആരെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ 10 കർമ്മ പദ്ധതി കൊണ്ടുവന്നത് ആരെന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ്. അങ്ങനെ ഒത്തിരി ചോദ്യമുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ലോക വിദ്യാർത്ഥി ദിനവുമായി ബന്ധപ്പെട്ട ചോദ്യമുണ്ടല്ലോ. എന്താ പ്രത്യേകത? ലോക വിദ്യാർത്ഥി ദിനമായിട്ട് UN ആഘോഷിക്കുന്നത് അബ്ദുൽ കലാമിന്റെ ജന്മദിനമായ ഒക്ടോബർ 15 ഒന്ന് നോട്ട് ചെയ്തേക്കണേ. അപ്പൊ അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഒക്ടോബർ 15 എന്തായിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ലോക വിദ്യാർത്ഥി ദിനമായിട്ട്. ആര് സെലിബ്രേറ്റ് ചെയ്യുന്നു? UN സെലിബ്രേറ്റ് ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് അഗ്നിച്ചിറകുകൾ എന്നാണ്. അപ്പൊ അഗ്നിച്ചിറകുകൾ എന്ന ആത്മകഥ ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെതാണ്. അതൊന്ന് ഓർത്തു വെക്കണം. ഇനി ആ സ്കൂൾ ടെക്സ്റ്റിൽ വളരെ വ്യക്തമായി കൊടുത്തപ്പോണ്ട് എന്താണ് അരികുവൽക്കരണം, എന്താണ് പാർശ്വവൽക്കരണം? വേറെ ഒന്നുമില്ല. അരികുവൽക്കരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറെ ഒന്നും അറിയിക്കണ്ട. നമ്മളിപ്പോൾ ഞാനും നിങ്ങളും എല്ലാവരും കൂടെ ഒരുമിച്ച് നടന്നു പോവുക, എന്നെ സൈഡാക്കി നിങ്ങൾ പോവാന്ന് പറഞ്ഞാൽ എന്താണ്? ഒറ്റപ്പെടുത്തുക അല്ലെങ്കിൽ മാറ്റി നിർത്തുക എന്നുള്ളതാണല്ലോ. ഇത് തന്നെയാണ് ലോജിക്ക്. തുല്യ പരിഗണന ഒരിടത്ത് ലഭിക്കേണ്ട സ്ഥലം ഉണ്ടെന്നിരിക്കട്ടെ, എനിക്ക് നിങ്ങൾക്കും എല്ലാം തുല്യ പരിഗണന ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്ന് ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്ന പ്രക്രിയയെ അറിയപ്പെടുന്ന പേരാണ് അരികുവൽക്കരണം. അപ്പൊ 100 പേരെടുക്കുക, ഞാനൊരു സ്ത്രീ ആണെന്നിരിക്കട്ടെ, എങ്കിൽ 100 പേരിൽ ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ എന്നെ മാറ്റി നിർത്തുന്നു എങ്കിൽ അരികുവൽക്കരണം അല്ലെങ്കിൽ പാർശ്വവൽക്കരണം അനുഭവിക്കുന്നതിൽ സ്ത്രീ ഉൾപ്പെടും. അടുത്തത്, ഞാനൊരു ട്രാൻസ്ജെൻഡർ ആണെന്നിരിക്കട്ടെ, എന്നെ
എല്ലാവരും ഇരിക്കുന്ന 100 പേരിരിക്കുന്ന ഒരു സദസ്സ്, അതിൽ നിന്ന് രഞ്ജിത്ത് എന്ന് പറയുന്നത് ഞാൻ ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് തന്നെ എന്നെ അങ്ങ് മാറ്റി നിർത്തുക എങ്കിൽ അതിനെ അറിയപ്പെടുന്ന പേരാണ് അരികുവൽക്കരണം. എനിക്ക് ഒരു കാലിന് ശേഷിയില്ല, അല്ലെങ്കിൽ എനിക്കൊരു കൈക്ക് ശേഷിയില്ല, ഞാൻ വികലാംഗനാണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ വികലമായ അംഗമുള്ള ആളാണെന്നിരിക്കട്ടെ, എന്തു ആയിക്കോട്ടെ, ആ 100 പേരിരിക്കുന്നതിൽ നിന്ന് എന്നെ മാറ്റി നിർത്തുകയാണെങ്കിൽ അതെന്തായി? അരികുവൽക്കരണം അല്ലെങ്കിൽ പാർശ്വവൽക്കരണമായി. ഞാൻ ദളിതനാണ്, അല്ലെങ്കിൽ മറ്റൊരു വിഭാഗത്തിലുള്ള ആളാണ്, അല്ലെങ്കിൽ താഴേക്കിടയിലുള്ള ഒരാളാണെന്നിരിക്കട്ടെ, എങ്കിൽ മറ്റുള്ള ആളുകളിൽ നിന്ന് എന്നെ മാറ്റി നിർത്തുകയാണെങ്കിൽ അതിനെ അറിയപ്പെടുന്ന പേരാണ് അരികുവൽക്കരണം. അപ്പൊ തുല്യ പരിഗണന ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്ന് ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേര് അരികുവൽക്കരണം അല്ലെങ്കിൽ പാർശ്വവൽക്കരണം എന്ന പേരിൽ അറിയപ്പെടുന്നു. അതൊന്ന് ഓർത്തു വെക്കണം. ഇനി നമുക്ക് വേണ്ടത് ഈ പറയുന്ന അരികുവൽക്കരണം ഉണ്ടാകുന്നതിന് വളരെ പ്രധാനപ്പെട്ട 2 കാരണങ്ങളാണ്. ഒന്ന്, മനുഷ്യനിർമ്മിതമായിട്ടുള്ള ദുരന്തങ്ങൾ മൂലം എന്തുണ്ടാകുന്നുണ്ട്? അരികുവൽക്കരണം ഉണ്ടാകുന്നുണ്ട്. അവിടെ ലോജിക്ക് ഇതാണ്: പ്രകൃതി ദുരന്തങ്ങൾ, മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ എന്നിവയാൽ സ്വന്തമുണ്ടായിരുന്ന വസ്തുവകകൾ നഷ്ടപ്പെടുന്നതിലൂടെയും എന്തുണ്ടാവും? അരികുവൽക്കരണം ഉണ്ടാകും. ഇപ്പൊ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ജനങ്ങൾക്ക് അരികുവൽക്കരണം ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏതുമായിക്കോട്ടെ, ഇപ്പം കേരളത്തിലെ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട് പ്രകൃതി ദുരന്തങ്ങൾ, മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ എന്നിവയാൽ മൂലം സ്വന്തമുണ്ടായിരുന്ന, അപ്പൊ എനിക്ക് 1 ഏക്കർ വസ്തു, അല്ലെങ്കിൽ 25 സെന്റ് വസ്തു, അല്ലെങ്കിൽ 5 സെന്റ് വസ്തു വയനാട്ടിലുണ്ടെന്നിരിക്കട്ടെ, ആ 5 സെന്റ് വസ്തു ഈ പ്രകൃതി ദുരന്തത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് നഷ്ടമാകുന്നതിലൂടെ അരികുവൽക്കരണം ഉണ്ടാകുന്നു. അപ്പം തുല്യ പരിഗണന ലഭിക്കേണ്ട ഇടങ്ങളിൽ നിന്ന് ചില വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേര് അരികുവൽക്കരണം അല്ലെങ്കിൽ പാർശ്വവൽക്കരണം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം: ആരൊക്കെയാണ് ഈ അരികുവൽക്കരണത്തിൽ, സമൂഹവുമായി ബന്ധപ്പെട്ട് ആരൊക്കെയാണ് സമൂഹത്തിൽ അരികുവൽക്കരണം നേരിടുന്നത് എന്നാണ് അടുത്ത ചോദ്യം. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആരൊക്കെയായിരിക്കും? ഒന്നാമതായിട്ട് വരുന്നത് സ്ത്രീകൾ. അരികുവൽക്കരണം നേരിടുന്നതിൽ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് സ്ത്രീകൾ. മറ്റൊരു വിഭാഗം ട്രാൻസ്ജെൻഡറുകൾ, ദളിതർ, ഗോത്ര വിഭാഗക്കാർ, ന്യൂനപക്ഷങ്ങൾ, ദാരിദ്ര്യം നേരിടുന്നവർ, അഭയാർത്ഥികൾ, ഭിന്നശേഷിക്കാർ, ജയിൽ മോചിതർ. ഇത്രയും ആളുകൾ സമൂഹത്തിൽ അരികുവൽക്കരണം നേരിടുന്നവരാണ്. അപ്പൊ അവരുടെ ഉന്നമനത്തിന് വേണ്ടി, അവരെ സമൂഹത്തിൽ എല്ലാവരും ഈക്വലായിട്ട് കൺസിഡർ ചെയ്യണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഓരോ പദ്ധതികൾ, കേരള ഗവൺമെന്റ് പദ്ധതികളായിക്കോട്ടെ, കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികളായിക്കോട്ടെ, ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിലും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമുള്ള ഓരോ പദ്ധതികളായിക്കോട്ടെ, ഈ പദ്ധതികളെല്ലാം സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡറുടെ ഉന്നമനത്തിന് വേണ്ടി കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ ദളിതരുടെ ഉന്നമനത്തിന് വേണ്ടി കൊണ്ടുവരുന്നത് എന്തിനു വേണ്ടിയാ? അവരെ സമൂഹത്തിൽ അരികുവൽക്കരണം എന്ന ആ ഒരു പ്രവർത്തനത്തിലൂടെ പോകാതിരിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ, അല്ലെങ്കിൽ അരികുവൽക്കരണം എന്ന പ്രവർത്തനം അവര് നേരിടാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പൊ നമുക്ക് വേണ്ട ചോദ്യം ഇതാണ്. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഞാൻ അങ്ങോട്ട് ചോദിച്ചോട്ടെ. ജയിൽ എന്ന് പറയുന്നത് ഭരണഘടനയുടെ ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്? ജയിൽ എന്ന് പറയുന്നത് ഭരണഘടനയുടെ സ്റ്റേറ്റ് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. അപ്പൊ ചില ആളുകൾ വെറൈറ്റിക്ക് വേണ്ടി ചിന്തിക്കും, സെൻട്രൽ ജയിൽ എന്ന് പറഞ്ഞൊരു ലോജിക്ക് ഇല്ലയോ, അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് അല്ലയോ? ജയിൽ എന്ന് പറയുന്നത് എന്തിനാണ്? സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ് എന്ന് മാത്രം ഓർക്കുക. അടുത്തത് സ്കൂൾ ടെക്സ്റ്റിൽ വളരെ വ്യക്തമായ ചാപ്റ്ററിൽ കൊടുത്തേപ്പോണ്ട് സ്വാഭിമാന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആരാണ്? അത് ഇ വി രാമസ്വാമി നായ്ക്കറാണ്. ഇ വി രാമസ്വാമി നായ്ക്കറുടെ ജീവിത കാലഘട്ടം 1879 മുതൽ 1973 വരെയാണ്. ഇന്ത്യയിലെ പ്രധാന ജാതി വിരുദ്ധ സമര നായകരിൽ ഒരാളായ വ്യക്തിത്വമാണ് സ്വാഭിമാന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന ഇ വി രാമസ്വാമി നായ്ക്കർ. വൈക്കം ഹീറോ, വൈക്കം വീരൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഇ വി രാമസ്വാമി നായ്ക്കറാണ്. കുടിയരസ്, വിടുതലൈ, പുരട്ചി, വീണ്ടും ആവർത്തിക്കുന്നു, കുടിയരസ്, വിടുതലൈ, പുരട്ചി, ഈ 3 മാസികകൾ സ്ഥാപിച്ചത്, 3 പത്രങ്ങൾ സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് ഇ വി രാമസ്വാമി നായ്ക്കറാണ്. യുനെസ്കോ അവാർഡ് ലഭിച്ച കേരളത്തിലെ ഏക നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാൽ അതിനുത്തരവും ആര് തന്നെ? ഈ പറയുന്ന ഇ വി രാമസ്വാമി നായ്ക്കറാണ്. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്തത് സാവിത്രിഭായ് പൂലെ പറ്റിയാണ് സ്കൂൾ ടെക്സ്റ്റിൽ വളരെ വ്യക്തമായി അടുത്തത് കൊടുത്തേക്കുന്നത്. 1831 ജനിക്കുന്നു, 1897 മരിച്ചു. 1831 1897 കാലഘട്ടം ഓർക്കുക. പെൺകുട്ടികൾക്ക് വേണ്ടി ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച പൂനെ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപികയാണ് സാവിത്രിഭായ് പൂലെ. കൃഷിക്കാർക്കും തൊഴിലാളികൾക്കും വേണ്ടി നിശാ പാഠശാല സ്ഥാപിച്ച വ്യക്തിത്വം കൂടിയാണ് സാവിത്രിഭായ് പൂലെ. പൂനെ യൂണിവേഴ്സിറ്റിയെ സാവിത്രിഭായ് പൂലെ പൂനെ യൂണിവേഴ്സിറ്റി എന്ന് പുനർനാമകരണം ചെയ്യുന്നു. അപ്പൊ റീനെയിം ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ. അപ്പം നമുക്ക് വേണ്ട ചോദ്യം ഇതാണ്. സാവിത്രിഭായ് പൂലെയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണെന്ന് ചോദിച്ചാൽ താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് സാവിത്രിഭായ് പൂലെയുമായി
ഇതുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചാൽ നിങ്ങൾ മാത്രം എഴുതാതിരിക്കരുത്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇന്ന് കുറച്ച് PYQ മാത്രം ഡിസ്കസ് ചെയ്ത് പോവല്ല, സ്കൂൾ ടെക്സ്റ്റ് ചാപ്റ്റർ തീർക്കുക. അപ്പൊ സ്കൂൾ ടെക്സ്റ്റ് ചാപ്റ്റർ തീർക്കുന്നതിലൂടെ സ്കൂൾ ടെക്സ്റ്റിൽ നിന്ന് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റനോ ഏറ്റവും റയർ ക്വസ്റ്റനോ വന്നാൽ നിങ്ങൾ ഉത്തരം എഴുതണം. PYQ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തോളാം. അടുത്തത് അപ്പം നമുക്ക് വേണ്ട ചോദ്യം ഇതാണ്. പെൺകുട്ടികൾക്കായിട്ട് ഇന്ത്യയിൽ ആദ്യമായി സ്ഥാപിച്ച പൂനെയിലെ വിദ്യാലയത്തിലെ പ്രധാനപ്പെട്ട അധ്യാപികയാണ് ആര്? ഈ പറയുന്ന സാവിത്രിഭായ് പൂലെ. അതൊന്ന് ഓർത്തു വെക്കുക. അവരുമായി ബന്ധപ്പെട്ട് 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പറഞ്ഞു. കൃഷിക്കാർക്കും തൊഴിലാളികൾക്കും വേണ്ടി നിശാ പാഠശാല സ്ഥാപിച്ചത് ആരാണ്? ഈ പറയുന്ന സാവിത്രിഭായ് പൂലെയാണെന്ന് മാത്രം ഒന്ന് ഓർത്തു വെക്കുക. ഇനി അടുത്തതായിട്ട് ആ സ്കൂൾ ടെക്സ്റ്റിൽ പറയുന്നത് ജ്യോതിറാവു ഫൂലെയെ പറ്റിയാണ്. നമുക്കറിയാം 1827 അദ്ദേഹം ജനിക്കുന്നത്, 1890 മരിക്കുന്നതാണ്. 2 പ്രധാനപ്പെട്ട പ്രത്യേകതകളാണ് സ്കൂൾ ടെക്സ്റ്റിൽ അദ്ദേഹത്തെ പറ്റി വ്യക്തമായി കൊടുത്തേക്കുന്നത്. അതും ബോക്സിലാണ് കൊടുത്തേക്കുന്നത്. ഒന്നാമത്തത്, ജാതി മത ചൂഷണത്തിന് വിധേയമായ സമൂഹത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് ദളിത് എന്ന് പറയുന്നത്. ദളിത് എന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തിത്വമാണ് ആര്? ജ്യോതിറാവു ഫൂലെ. അപ്പൊ ജ്യോതിറാവു ഫൂലെയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെല്ലാം അറിയാം? നവോത്ഥാനവുമായി ബന്ധപ്പെട്ട്, കേരള മുന്നേറ്റവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഇന്ത്യൻ ചരിത്രവുമായി ബന്ധപ്പെട്ട്, കേരള മുന്നേറ്റമല്ല ഇന്ത്യൻ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ വാക്കുകൾ അറിയാം, അല്ലെങ്കിൽ ഏതൊക്കെ ചോദ്യങ്ങൾ അറിയാം? ഒന്ന്, ദളിത് എന്ന് പറയുന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ജ്യോതിറാവു ഫൂലെയാണ്. സത്യമാണല്ലോ, അല്ലെങ്കിൽ അതിനകത്തൊരു വളരെ പ്രധാനപ്പെട്ട PYQ ആണല്ലോ, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കണ്ടന്റ് ആണല്ലോ. ഇനി അതിനോടൊപ്പം തന്നെ നമ്മൾ പഠിക്കേണ്ടത് വേറെ ഒന്നുമില്ല, ഇന്ത്യയുടെ മാർട്ടിൻ ലൂതർ എന്ന് ചോദിക്കും. ഇന്ത്യയുടെ മാർട്ടിൻ ലൂതർ ഉണ്ട്, മഹാരാഷ്ട്രയുടെ മാർട്ടിൻ ലൂതർ ഉണ്ട്. രണ്ട് ചോദ്യമാണ്. ഒന്ന് നോട്ട് ചെയ്തേക്കണം. ഇന്ത്യയുടെ മാർട്ടിൻ ലൂതർ എന്നറിയപ്പെടുന്നത് അത് ദയാനന്ദ സരസ്വതിയാണ്. ഇന്ത്യയുടെ മാർട്ടിൻ ലൂതർ എന്നറിയപ്പെടുന്നത് ദയാനന്ദ സരസ്വതിയും, മഹാരാഷ്ട്രയുടെ, മറക്കല്ലേ, മഹാരാഷ്ട്രയുടെ ദയാനന്ദ സരസ്വതി എന്നല്ല നമ്മൾ പറയുന്നത്, മഹാരാഷ്ട്രയുടെ മാർട്ടിൻ ലൂതർ എന്നറിയപ്പെടുന്നത് ആരെയാണെന്ന് ചോദിച്ചാൽ അത് ജ്യോതിറാവു ഫൂലെയാണ്. ഈ ജ്യോതിറാവു ഫൂലെയുമായി ബന്ധപ്പെട്ട് 3 പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അദ്ദേഹമാണ് സത്യശോധക് സമാജം സ്ഥാപിക്കുന്നത്. സത്യശോധക് സമാജം സ്ഥാപിച്ച വ്യക്തിത്വം ജ്യോതിറാവു ഫൂലെയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ശിവജയന്തി, മറക്കല്ലേ, ഛത്രപതി ശിവജിയുടെ ജന്മദിനമായിട്ട് ശിവജയന്തി സംഘടിപ്പിച്ച വ്യക്തി കൂടിയാണ് ജ്യോതിറാവു ഫൂലെ. വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. BR അംബേദ്കർ, നമുക്കറിയാം BR അംബേദ്കറിനെ പറ്റി. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗുരു ആരെന്ന് ചോദിച്ചാലും ഈ ജ്യോതിറാവു ഫൂലെയാണ്. അപ്പൊ ജ്യോതിറാവു ഫൂലെയുമായി ബന്ധപ്പെട്ട് 5 പ്രധാനപ്പെട്ട ചോദ്യം പറഞ്ഞു. ഒന്ന്, ദളിത് എന്നറിയപ്പെടുന്ന പദം ആദ്യമായി ഉപയോഗിച്ച വ്യക്തിത്വം ആരാണ്? അത് ജ്യോതിറാവു ഫൂലെയാണ്. മഹാരാഷ്ട്രയുടെ മാർട്ടിൻ ലൂതർ എന്നറിയപ്പെടുന്നത് ജ്യോതിറാവു ഫൂലെയാണ്. അപ്പൊ ഇന്ത്യയുടെ മാർട്ടിൻ ലൂതർ എന്നറിയപ്പെടുന്ന ആര്യ? അത് ദയാനന്ദ സരസ്വതിയാണ്. ഈ ജ്യോതിറാവു ഫൂലെ ആരംഭിച്ച സംഘടനയുടെ പേര് സത്യശോധക് സമാജം എന്നാണ്. BR അംബേദ്കറുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ജ്യോതിറാവു ഫൂലെയാണ്. ഒരു പ്രധാനപ്പെട്ട ചോദ്യം കൂടെ, ഇന്ത്യയിൽ ആദ്യമായിട്ട് ശിവജയന്തി, അതായത് ഛത്രപതി ശിവജിയുടെ ജന്മദിനമായിട്ട് ശിവജയന്തി സംഘടിപ്പിച്ച വ്യക്തി കൂടിയാണ് ആര്? ജ്യോതിറാവു ഫൂലെ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണല്ലോ. ദളിത് എന്നറിയപ്പെടുന്ന പദം ഇന്ത്യയിൽ ആദ്യമായി ഉപയോഗിച്ച വ്യക്തിത്വം ആരാണ്? അത് ജ്യോതിറാവു ഫൂലെയാണ്. ഇനി നമുക്ക് വേണ്ടത് ഡോക്ടർ A അയ്യപ്പനെ പറ്റിയാണ് സ്കൂൾ ടെക്സ്റ്റിൽ ബോക്സിൽ കൊടുത്തേക്കുന്നത്. ഒന്ന്, തൃശ്ശൂർ ജില്ലയിലെ പവറട്ടിയിൽ 1905 ഡോക്ടർ A അയ്യപ്പൻ എന്നറിയപ്പെടുന്ന വ്യക്തിത്വം ജനിക്കുന്നത്. അപ്പൊ ചില ആളുകളെങ്കിലും കരുതും ഇത് സഹോദരൻ അയ്യപ്പനാണോ? ഒരിക്കലുമല്ല. ഇത് ഡോക്ടർ A അയ്യപ്പൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. ഇന്ത്യയിലെ സംസ്കാരങ്ങളെ കുറിച്ച് പഠിച്ച പ്രമുഖ നരവംശ ശാസ്ത്രജ്ഞന്റെ പേരാണ് ഡോക്ടർ A അയ്യപ്പൻ. കേരളത്തിലെ ഈഴവ ഗോത്ര സമുദായങ്ങളെ കുറിച്ചുള്ള പഠനത്തിന് സമഗ്രമായ സംഭാവനകൾ നൽകിയ വ്യക്തിത്വം കൂടിയാണ് ഡോക്ടർ A അയ്യപ്പൻ എന്നറിയപ്പെടുന്നത്. അതൊന്ന് ഓർത്തു വെക്കണം. ഇനി നമുക്ക് വേണ്ട വളരെ പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് വെറിയർ എൽവിൻ. അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം 1902 1964. 2 പ്രധാനപ്പെട്ട പ്രത്യേകത. ഒന്ന്, ഇന്ത്യൻ നരവംശ ശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകൾ നൽകിയ വ്യക്തിത്വമാണ് വെറിയർ എൽവിൻ. ഗോത്ര മനുഷ്യരുടെ തനത് സംരക്ഷണത്തിന് വേണ്ടി, അല്ലെങ്കിൽ തനത് ജീവിതത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിത്വം കൂടിയാണ് വെറിയർ എൽവിൻ. അതൊന്ന് ഓർത്തു വെക്കുക. അടുത്തത് വളരെ പ്രധാനമായിട്ടും ആ സ്കൂൾ ടെക്സ്റ്റിൽ ബോക്സിൽ കൊടുത്തേക്കുന്ന വസ്തുതകളാണ് ഈ പറഞ്ഞു തരുന്നത്. ഒന്ന്, ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? അത് നിലമ്പൂർ ആയിഷയാണ്. ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ എന്ന പുസ്തകം എഴുതിയത് നിലമ്പൂർ ആയിഷയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. 19-ാം നൂറ്റാണ്ടിൽ സ്ത്രീകളുടെ അവകാശത്തിനും ശാക്തീകരണത്തിനുമായിട്ട് പ്രവർത്തിച്ച പ്രധാനപ്പെട്ട സാമൂഹിക പരിഷ്കർത്താക്കളിൽ പ്രധാനിയായ വനിതയാണ്
പണ്ഡിത രമാഭായ്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, വിധവകളുടെ ഉന്നമനത്തിന് വേണ്ടി ശാരദാ സദൻ ആരംഭിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് പണ്ഡിത രമാഭായി ആണ്. വരും ക്ലാസ്സുകളിൽ ഓരോ വ്യക്തികളെ പറ്റിയുള്ള കണ്ടന്റ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇപ്പൊ പണ്ഡിത രമാഭായി ഒന്ന് ഓർത്തു വെക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, വിധവകളുടെ ഉന്നമനത്തിന് വേണ്ടി ശാരദാ സദൻ ആരംഭിച്ചത് പണ്ഡിത രമാഭായി ആണ്. അടുത്തത് ഡോക്ടർ പുന്നൻ ലൂക്കോസിനെ പറ്റിയാണ് സ്കൂൾ ടെക്സ്റ്റിൽ വളരെ വ്യക്തമായി കൊടുത്തേക്കുന്നത്. കേരളത്തിൽ നിന്ന് വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിത ഡോക്ടർ പുന്നൻ ലൂക്കോസ് ആണ്. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യ വനിതാ പ്രതിനിധി ആരെന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ പുന്നൻ ലൂക്കോസ് ആണ്. ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MBBS ബിരുദം കരസ്ഥമാക്കി, അത് മറക്കരുത്. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട കേരള ചരിത്ര മുന്നേറ്റവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പൊ ചില ആളുകളെങ്കിലും കരുതും ഇന്ത്യൻ ഹിസ്റ്ററി എന്ന ടോപ്പിക് എടുത്തിട്ട് ഈ കേരളത്തിലെ നവോത്ഥാന നായകന്മാരെയും നായികമാരെയൊക്കെ എന്തിനാ പറയുന്നത്? സ്കൂൾ ടെക്സ്റ്റ് ആണ് എടുക്കുന്നത്. ആ സ്കൂൾ ടെക്സ്റ്റിൽ ഈ പറയുന്ന APJ അബ്ദുൽ കലാം ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. BR അംബേദ്കറിനെ പറ്റി ഇനി പറയാൻ പോകുന്നു. ഈ പറയുന്ന ജ്യോതിറാവ് ഫൂലെ പറ്റി പറഞ്ഞു. ഈ കണ്ടന്റുകളെല്ലാം ഉൾപ്പെടുത്തിക്കുക. ഈ ചാപ്റ്റർ അങ്ങ് തീർത്താൽ SCRT നമുക്ക് കവറായി. ഇനി PYQ അങ്ങ് തീർത്താൽ മതി. അടുത്തത് ഊരൂട്ടമ്പലത്തെ, തിരുവനന്തപുരം ജില്ലയിലെ ഊരൂട്ടമ്പലത്തെ സർക്കാർ UP വിദ്യാലയം ഇനി മുതൽ അറിയപ്പെടുന്ന പേര് അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം എന്ന 1915 തിരുവനന്തപുരം ജില്ലയിലെ ഊരൂട്ടമ്പല ക്ഷേത്രത്തിനടുത്തുള്ള വിദ്യാലയ കേന്ദ്രത്തിൽ പഞ്ചമി എന്നറിയപ്പെടുന്ന ദളിത് വിദ്യാർത്ഥിനിയും കൊണ്ട് അയ്യങ്കാളി അഡ്മിഷൻ എടുപ്പിക്കാൻ പോയിട്ട് അഡ്മിഷൻ എടുത്തിട്ട് അയ്യങ്കാളി അങ്ങ് പോകുന്ന സമയത്ത് സവർണ വിഭാഗത്തിൽ ആളുകൾ ഈ കുഞ്ഞിനെ, ഈ 3.5 വയസ്സുള്ള അല്ലെങ്കിൽ 4 വയസ്സുള്ള പഞ്ചമിയെ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിടും. ഇത് കണ്ടുകൊണ്ട് അയ്യങ്കാളിയും അനുയായികളും വരും. ഈ പറയുന്ന മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ സ്കൂൾ നടത്തിപ്പുകാരുമായിട്ടും അയ്യങ്കാളി അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷമുണ്ടാകും. അവസാനം അതൊരു ലഹളയിലേക്ക് നയിക്കും. ആ ലഹളയെ അറിയപ്പെടുന്ന പേരാണ് ഊരൂട്ടമ്പല ലഹള, പുലേ ലഹള. മലയാള വർഷം 1090 നടന്നതുകൊണ്ട് തന്നെ അതിനെ 90-ാം ആണ്ട് കലാപം എന്നറിയപ്പെടുന്നു. അപ്പൊ നമുക്ക് വേണ്ടത് ഈ പറയുന്ന ഊരൂട്ടമ്പല കലാപവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ 90-ാം ആണ്ട് കലാപവുമായി ബന്ധപ്പെട്ട തിരുവനന്തപുരം ജില്ലയിലെ ഊരൂട്ടമ്പലം എന്നറിയപ്പെടുന്ന സ്ഥലത്തെ സർക്കാർ UP വിദ്യാലയം ഇനി മുതൽ അറിയപ്പെടുന്ന പേര് അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം എന്നാണ്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കുവാണ്, അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം കേരളത്തിൽ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അതിനുത്തരം തിരുവനന്തപുരം ജില്ലയാണ്. അതൊന്ന് ഓർത്തു വെക്കുക. നവോത്ഥാനം അല്ല ഡിസ്കസ് ചെയ്യുന്നത്, സ്കൂൾ ടെക്സ്റ്റ് ഡിസ്കസ് ചെയ്ത് പോവാണ്. അടുത്തത്, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക. ഈ വാക്യം ആരുടേതാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്. ശ്രീനാരായണ ഗുരു ഉൾപ്പെടെ, പൊയ്കേൽ യോഹന്നാൻ ഉൾപ്പെടെ, കുര്യാക്കോസ് ഏലിയാസ് ചാവറ ഉൾപ്പെടെയുള്ള 8 നവോത്ഥാന നായകന്മാരുടെ പടം സഹിതം ആ സ്കൂൾ ടെക്സ്റ്റിൽ ബോക്സിൽ കൊടുത്തപ്പോണ്ട് അവരെ പറ്റിയൊക്കെ നമ്മൾ കേരള ചരിത്രം എന്നറിയപ്പെടുന്ന ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യും. അടുത്തത്, നഞ്ചി അമ്മയെ പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട് സ്കൂൾ ടെക്സ്റ്റിൽ. SCRT സ്കൂൾ ടെക്സ്റ്റിൽ അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എന്നറിയപ്പെടുന്ന 4-ാം ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്ന വ്യക്തിത്വങ്ങളായി പറയുന്നത് നഞ്ചിയമ്മ പാലക്കാട് ജില്ലയിൽ അട്ടപ്പാടിയിലെ ഇരുള വിഭാഗത്തിൽ ജനിച്ച വ്യക്തിത്വമാണ് നഞ്ചിയമ്മ. 2020 രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ആരിൽ നിന്ന്? ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിൽ നിന്ന് സ്വീകരിച്ച വ്യക്തിത്വമാണ് നഞ്ചിയമ്മ ജനിച്ച ആദിവാസി വിഭാഗത്തിന്റെ പേര് ഇരുള എന്നാണ്. അതൊന്ന് ഓർത്തു വെക്കണം. ഈ പറയുന്ന, അപ്പം നമുക്ക് വേണ്ടത് ഈ ചാപ്റ്റർ മൊത്തവും അരികുവൽക്കരണം ഫേസ് ചെയ്ത അല്ലെങ്കിൽ അനുഭവിച്ച പ്രധാനപ്പെട്ട ആദിവാസി വിഭാഗം, ദളിത് വിഭാഗം, സ്ത്രീജനങ്ങൾ, അങ്ങനത്തുള്ള ആളുകളെ, വികലാംഗർ, അങ്ങനത്തുള്ള ആളുകളെ എംപവർ ചെയ്യിപ്പിക്കാനുള്ള ഓരോ ലോജിക്കും ഓരോ ന്യൂസും ഓരോ പ്രവർത്തനവുമാണ് ഫോക്കസ് ചെയ്തു വെക്കുന്നത്. അതൊന്ന് ഓർത്തു വെക്കുക. അപ്പൊ പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലെ ഇരുള വിഭാഗത്തെ ഓർത്തു വെക്കണം. ഇനി പാലക്കാട് ജില്ലയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ നിങ്ങൾ പഠിക്കണം. പാലക്കാട് ജില്ലയിൽ അട്ടപ്പാടിയിൽ കൂടെ ഒഴുകുന്ന നദി ഉണ്ട്, അത് ശിരുവാണിപ്പുഴയാണ്. ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് 5-ാം ക്ലാസ്സിലെ സ്കൂൾ ടെക്സ്റ്റിൽ. അട്ടപ്പാടി പുനർവൽക്കരണത്തിന്റെ ഭാഗമായി പുനർജനിച്ച നദിയുടെ പേര് അത് കൊടങ്ങര പള്ളം എന്നാണ്. അതുകൂടി ഓർത്തു വെക്കണം. അടുത്തത്, EK ജാനകി അമ്മാൾ എന്നറിയപ്പെടുന്ന വ്യക്തിത്വത്തെ പറ്റി സ്കൂൾ ടെക്സ്റ്റിൽ വളരെ വ്യക്തമായി കൊടുത്തപ്പോണ്ട് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിൽ ജനിച്ച വിശ്വപ്രസിദ്ധയായ സസ്യശാസ്ത്രജ്ഞയാണ് EK ജാനകി അമ്മാൾ. കോയമ്പത്തൂരിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കരയിനം കരിമ്പ് വികസിപ്പിച്ചത് ഈ EK ജാനകി അമ്മാളാണ്. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടർ ജനറൽ EK ജാനകി അമ്മാളാണ്. 1977 ഇന്ത്യ എന്ന മഹാരാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ച വ്യക്തിത്വം കൂടിയാണ് EK ജാനകി അമ്മാൾ. അതൊന്ന് ഓർത്തു വെക്കണം. അടുത്തത്, ട്രാൻസ്ജെൻഡർ എന്നറിയപ്പെടുന്ന വിഭാഗത്തെ പറ്റിയുള്ള കണ്ടന്റ് അതിൽ കൊടുത്തിട്ടുണ്ട്. ന്യൂനപക്ഷം എന്നറിയപ്പെടുന്ന വാക്കിനെ പറ്റി സ്കൂൾ ടെക്സ്റ്റിൽ കണ്ടന്റ് കൊടുത്തപ്പോണ്ട് ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം 2016 പാസ്സാക്കുന്നത്. ലോകത്തിൽ ആദ്യമായി
പാരാലിമ്പിക്സ് എന്നറിയപ്പെടുന്ന സംവിധാനം ആരംഭിക്കുന്നത് 1948 മുതലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള ഒളിമ്പിക്സ് അല്ലെങ്കിൽ കായിക മത്സര ആ ഒരു സമ്പ്രദായത്തെ അറിയപ്പെടുന്ന പേര് പാരാലിമ്പിക്സ് എന്നാണ്. 2024 പാരാലിമ്പിക്സുമായി ബന്ധപ്പെട്ട് കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പം ലോകത്തിൽ ആദ്യമായി പാരാലിമ്പിക്സ് തുടങ്ങുന്നത് 1948, അതായത് സ്വാതന്ത്ര്യം കിട്ടി അടുത്ത വർഷം. അത് ഒരിക്കലും ഇന്ത്യയിലല്ല നടന്നത്. പാരാലിമ്പിക്സുമായി ബന്ധപ്പെട്ട കണ്ടന്റ് ഒന്ന് ഓർത്തു വെക്കുക. അടുത്തത് ഡോക്ടർ BR അംബേദ്കറിനെ പറ്റിയാണ് സ്കൂൾ ടെക്സ്റ്റിൽ കൊടുത്തേക്കുന്നത്. 1891 ജനിക്കുകയും 1956 മരിക്കുകയും ചെയ്ത ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം BR അംബേദ്കറിനെ പറ്റി? ആധുനിക മനു എന്നറിയപ്പെടുന്നത് BR അംബേദ്കർ അല്ലേ? ഒന്ന് നോട്ട് ചെയ്തോ. നിങ്ങൾ എഴുതുന്ന ബുക്കിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ എഴുതുന്ന ആ ഒരു നോട്ട്സിലേക്ക് ഒന്ന് ആഡ് ചെയ്തേക്കണം. ഒന്ന്, ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ BR അംബേദ്കർ ആണ്. ബാബാ സാഹേബ് അംബേദ്കർ എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ബാബ സാഹേബ് അംബേദ്കർ എന്നറിയപ്പെടുന്നു. ആധുനിക മനു എന്നറിയപ്പെടുന്ന വ്യക്തിത്വം ആരാണ്? അത് ഡോക്ടർ BR അംബേദ്കർ ആണ്. BR അംബേദ്കറുമായി ബന്ധപ്പെട്ട് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ നിയമമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ BR അംബേദ്കർ ആണ്. ദെൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്ന വ്യക്തിത്വമാണ് BR അംബേദ്കർ. BR അംബേദ്കർ പറഞ്ഞ ഒരു വാക്യമുണ്ട്, വളരെ പ്രധാനപ്പെട്ടതാണ്. മിക്ക LGS പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. കാളയെ പോലെ അധ്വാനിക്കൂ, മുനിയെ പോലെ ജീവിക്കൂ എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിത്വമാണ് ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം BR അംബേദ്കർ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹം ആരംഭിച്ച ഒരു ആശയമാണ് മഹർ പ്രസ്ഥാനം, അല്ലെങ്കിൽ മഹർ പ്രസ്ഥാനം അദ്ദേഹം സ്ഥാപിച്ചതാണ്. ഇനി അദ്ദേഹം ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചാൽ പീപ്പിൾസ് എഡ്യൂക്കേഷൻ സൊസൈറ്റിയുമായി ബന്ധമുള്ള വ്യക്തിത്വമാണ് ആര്? ഡോക്ടർ BR അംബേദ്കർ. അംബേദ്കർ ആരംഭിച്ച പത്രത്തിന്റെ പേര് നിങ്ങൾക്കറിയാം, മൂക്ക് നായക് എന്നാണ്. മറക്കല്ലേ. വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഓൾ ഇന്ത്യ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ, ഓൾ ഇന്ത്യ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ എന്നറിയപ്പെടുന്ന സംഘടന സ്ഥാപിച്ചതും ആര് തന്നെ? ഡോക്ടർ BR അംബേദ്കർ. അങ്ങനെ ഒത്തിരി ചോദ്യങ്ങളുണ്ട് ഡോക്ടർ BR അംബേദ്കറുമായി ബന്ധപ്പെട്ട്. രണ്ട് പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ കൂടി ആ സ്കൂൾ ടെക്സ്റ്റിൽ വളരെ വ്യക്തമായി കൊടുത്തേക്കുന്നു. ഇന്ത്യൻ ഭരണഘടന എല്ലാ പൗരർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന ഒരു അനുച്ഛേദമാണ് അനുച്ഛേദം 14 അല്ലെങ്കിൽ ആർട്ടിക്കിൾ 14. ഇനി മതം, വംശം, ജാതി, ലിംഗഭേദം, ജനിച്ച സ്ഥലം എന്നിവയുടെ പേരിൽ യാതൊരു വിവേചനവും പാടില്ല എന്ന് അനുശാസിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 15 ആണ്. ഇത്രയും കണ്ടന്റ് ആണ് SCERT സ്കൂൾ ടെക്സ്റ്റിലുള്ളത്. ആ SCERT സ്കൂൾ ടെക്സ്റ്റ് മുഴുവൻ കണ്ടന്റും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അഡീഷണൽ കണ്ടന്റ് കൂടി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ക്ലാസ് കണ്ടല്ലോ, ഈ ക്ലാസ് കണ്ടതിന് ശേഷം ഇത് നോട്ട്സ് വായിക്കുക, പരീക്ഷ എഴുതുക. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക? SCERT സ്കൂൾ ടെക്സ്റ്റിൽ 7ാം ക്ലാസ്, പുതിയ 7ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററായ നീതിയിൽ നിന്ന് അനീതിയിലേക്ക് എന്നല്ല ചാപ്റ്ററിന്റെ പേര്, അനീതിയിൽ നിന്ന് നീതിയിലേക്ക് എന്നറിയപ്പെടുന്ന ചാപ്റ്റർ വായിക്കുക, റിവൈസ് ചെയ്യുക. വരാൻ പോകുന്ന 10th ലെവൽ പരീക്ഷയിൽ SCERT നിർണായകമാണെങ്കിൽ ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു ചോദ്യം വന്നാൽ, 1 2 എത്ര ചോദ്യം ആയിക്കോട്ടെ, എത്ര ചോദ്യം വന്നാലും അത് ഉറപ്പിക്കാൻ പറ്റണം. അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.